നമ്മൾ നാട്ടിലേക്ക് പോകുന്നുണ്ട്. പക്ഷേ 10 ദിവസത്തിനാണ്. അത് കഴിഞ്ഞ് നമ്മൾ തിരിച്ചു വരും. പക്ഷേ ആ ഒരു 10 ദിവസം ഇവിടെ നമ്മുടെ ജോലിക്കാരുണ്ടാവും. പക്ഷേ എന്നാലും നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നത് പോലെ എല്ലാവർക്കും ചെയ്യാൻ പറ്റില്ലല്ലോ. ഇവിടെ ക്യാമറയൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷേ എന്നാലും ഒരു വിശ്വാസം ഇല്ല. കാരണം ഫിഷിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. നമ്മൾ ഇത്രയും കാര്യമായിട്ട് വളർത്തിക്കൊണ്ട് വരുന്നതാണ്. ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വളരെ ചെറുപ്പത്തിൽ കൊണ്ടുവന്നതാണ് അതിനെ. അപ്പോൾ നമ്മുടെ ചാനൽ കാണുന്നവർക്ക് അറിയാം നമ്മൾ എത്ര വർഷം കൊണ്ട് അതിനെ വളർത്തിക്കൊണ്ടുവരികയാണെന്നുള്ളത്. അപ്പോൾ നമ്മൾ അതിൻ്റെ വേറെ വീഡിയോസിൽ ഞാൻ ഈ ഫിഷിനെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ചാനൽ സ്ഥിരമായിട്ട് കാണുന്നവർക്ക് ഈ ഫിഷിനെ അറിയാം. ഓക്കെ, അപ്പോൾ നമ്മൾ എത്ര കെയർ എടുത്തിട്ടാണ് ഈ ഫിഷിനെ വളർത്തി കൊണ്ടുവന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ ആർക്കെങ്കിലും അങ്ങ് പെട്ടെന്ന് എടുത്ത് കൊടുക്കുകയില്ല. ഇതിനെ കിട്ടാനും കുറച്ച് കുറച്ചൊരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. മിനിമം ഇതേ സൈസുള്ള ഒരു ടാങ്ക് അല്ലെങ്കിൽ ഇതിലും കൂടുതൽ സൈസുള്ള ടാങ്ക് ഉള്ളവർക്ക് മാത്രമേ ഞാൻ ഇത് കൊടുക്കുകയുള്ളൂ. അപ്പോൾ കൊടുക്കുന്നതിന് മുമ്പ് ഞാനൊരു ഇൻ്റർവ്യൂ ഒക്കെ നടത്തിയിട്ടേ കൊടുക്കുകയുള്ളൂ. കാരണം ഇത് ഫിഷിനെ കുറിച്ച് അറിയാവുന്നവരാണോ എന്താണെന്നൊക്കെ അറിയണ്ടേ. അല്ല ഇങ്ങനെ ഏതായാലും ഒരു അരോണെ വെറുതെ ഇട്ടല്ലേ പോയി വാങ്ങിച്ചുകൊണ്ട് വന്ന് വേറെ ആർക്കെങ്കിലും വിൽക്കാമെന്നുള്ളൊരു തോന്നൽ വരരുതല്ലോ. അത് പറയാനുള്ള കാരണം എന്താ അറിയോ, നമ്മൾ ആക്സിലോട്ടൽസിനെ ഞാനൊന്ന് പറഞ്ഞില്ലേ, ഏകദേശം 17 പേർക്ക് 5 ആക്സിലോട്ടൽസ് 6, 7 അങ്ങനെയൊക്കെ വെച്ച് കൊടുത്തു. അതിൽ 1-2 പേരുടെ കയ്യിൽ മാത്രമേ ഇപ്പോൾ ആക്സിലോട്ടലുള്ളൂ. ബാക്കി എല്ലാവരും വിറ്റു. ഫ്രീ ആയിട്ട് കിട്ടിയല്ലേ. അപ്പോൾ ആ ഒരു രീതി ഇവിടെ വരരുതെന്ന് വെച്ചിട്ടാണ് ഞാൻ ആ ഒരു കാര്യം പറഞ്ഞത്. അതുകൊണ്ട് ഞാൻ തന്നെ അറിഞ്ഞു, അത് വിറ്റ കാര്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞു. പണ്ടൊരു സ്റ്റോറി ഉണ്ടായിരുന്നു, എന്തോ സ്വയം തൊഴിലോ അങ്ങനെ എന്തോ ഒരു പദ്ധതിയിൽ ആടിനെ ഫ്രീ കൊടുത്തു അത്രേ ഏതോ ഒരു ഗ്രാമത്തിൽ. അപ്പോൾ ആടിൻ്റെ ചെവിയിൽ ഇങ്ങനെ ഒരു 25 വയസ്സ് പോലുള്ളൊരു കോയിനില്ലേ, അത് അടിച്ചിട്ടാണ് കൊടുത്തത് മനസ്സിലാവാൻ വേണ്ടി. ഒരാഴ്ച കഴിഞ്ഞ് മിനിസ്റ്റർ അതിൻ്റെ തൊട്ടടുത്തുള്ള ഏതോ ഒരു ഷോപ്പിൽ ഒരു റെസ്റ്റോറൻറ്റിൽ വന്ന് ഫുഡ് കഴിച്ചപ്പോൾ ഈ സാധനം കിടക്കുന്നു ഫുഡിൽ, മട്ടൻ ചാപ്സിൽ. അതുപോലെ ഫ്രീ കിട്ടിക്കഴിഞ്ഞാലുള്ള ഒരു കുഴപ്പമാണത്. അത് പോട്ടെ. അപ്പോൾ ഏതായാലും കുറച്ച് വിഷമമുണ്ടെങ്കിലും അത് ഒരു നല്ല ഐഡിയ ആയിരിക്കും തോന്നുന്നു. തിരിച്ച് വന്നിട്ട് നമുക്ക് ഏകദേശം എല്ലാം ഒന്ന് റീസെറ്റ് ചെയ്തെടുക്കേണ്ടതുണ്ട്. പോണ്ടിൻ്റെ കാര്യമുണ്ട്. പോണ്ടിന് വേണ്ടിയുള്ള സാധനങ്ങളൊക്കെ വന്നു തുടങ്ങി. നാളത്തെ വീഡിയോയിൽ ഞാൻ കുറച്ച് കാര്യങ്ങൾ കാണിക്കാം, പോണ്ടിന് വേണ്ടിയുള്ള സാധനങ്ങൾ കൊണ്ടുവരുന്നത്. പിന്നെ നമ്മൾ പുതിയ ടാങ്ക് വരുന്നുണ്ട്, ജർമ്മൻ ടാങ്ക് 1.5 മീറ്ററിൻ്റെ ജർമ്മൻ ടാങ്ക് വരുന്നുണ്ട്. അത് ഇന്ന് വരും. ഇപ്പോൾ വിളിച്ചായിരുന്നു വരുന്നുണ്ടെന്ന് പറഞ്ഞ്. 2 ലക്ഷത്തോളം രൂപ ചിലവാക്കിയിട്ടാണ് വാങ്ങുന്നത്. ഇതൊന്നും ഇവിടെ പറയാൻ പറ്റില്ല. ഏതായാലും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ വഴിയെ കാണാം. അപ്പോൾ ഈ ആശാൻ്റെ കാര്യത്തിൽ എൻ്റെ വാട്സപ്പ് നമ്പറിലോ അല്ലെങ്കിൽ ഇമെയിലിലോ കോൺടാക്റ്റ് ചെയ്യാം. ഞാൻ തിരിച്ച് കോൺടാക്റ്റ് ചെയ്യുന്നതാണ്. ഓക്കെ, നമ്പറുള്ളവർ വിളിച്ചോളൂ. വിളിച്ചിട്ട് നമുക്ക് അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാം. തരാമോ ഇല്ലയോ എന്നൊക്കെ നോക്കാം. ഇനി 10-ാം തീയതി 20-ാം തീയതിയാണ് നമ്മൾ പോകുന്നത്. 19-ാം തീയതി വരെ ആരെയും കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ആശാൻ ഇവിടെ ഇരിക്കും. അത് നോക്കാൻ അപ്പോൾ നമ്മൾ എന്തെങ്കിലുമൊക്കെ സംവിധാനങ്ങളൊക്കെ ചെയ്യാം. അതങ്ങനെ ഇരിക്കുന്നു. പിന്നെ നമ്മൾ എത്ര ചെറുപ്പത്തിലാണ് കൊണ്ടുവന്നത് നമ്മുടെ ചാനൽ സ്ഥിരമായിട്ട് കാണുന്നവർക്ക് അറിയാം നമ്മൾ എത്ര പ്രായമുള്ളപ്പോഴാണ് ഈ ഒരു ഫിഷിനെ കൊണ്ടുവന്നതെന്നുള്ളത്. അപ്പോൾ ആ കാലം മുതൽ നമ്മൾ വളർത്തിക്കൊണ്ടുവരുന്ന ഫിഷാണ്. അതുകൊണ്ടാണ് നമുക്ക് പെട്ടെന്ന് അങ്ങ് ഇതിനെ ആർക്കും കൊടുക്കാനൊരു മനസ്സ് വരാത്തത്. പിന്നെ ഇങ്ങനെയുള്ളൊരു സാഹചര്യം ആയതുകൊണ്ടാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിതിന് പൈസയൊന്നും വാങ്ങില്ല. ഓക്കെ, ഫ്രീ. ഇത് ഒരു നല്ലൊരു അഡോപ്റ്റ് ചെയ്യാൻ കറക്റ്റായ ഒരാളെ എനിക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഒറ്റ പൈസയും വാങ്ങാതെ ഇത് പുള്ളിയുടെ വീട്ടിലെത്തിച്ചു കൊടുക്കും. ഓക്കെ, പിന്നെ എന്ന് പറഞ്ഞാൽ ഇവിടെ വന്ന് കണ്ട് കൊണ്ടുപോകാൻ പറ്റുന്ന ആൾക്കാർക്കായിരിക്കും കൂടുതൽ പ്രിഫറൻസ്. കാരണം ഇതിനെ ഒരിക്കലും നാട്ടിലേക്ക് കൊണ്ടുപോകാൻ പറ്റില്ല എന്നെനിക്കറിയാം. അപ്പോൾ നാട്ടിലേക്ക് കൊണ്ടുപോകുന്ന കാര്യം ബുദ്ധിമുട്ടായിരിക്കും. നാട്ടിലേക്ക് കൊണ്ടുപോകുന്നത് പ്രശ്നമില്ല എന്നുണ്ടെങ്കിൽ നാട്ടിൽ എനിക്ക് തന്നെ ഉണ്ട് വലിയ ടാങ്ക്, അവിടെ കൊണ്ടുപോയിട്ടാൽ പോരെ. അതൊന്ന്. അപ്പോൾ ഇവിടെയുള്ളവർക്കായിരിക്കും കൂടുതൽ പ്രിഫറൻസ്. ആൾ വെരി സ്ട്രോങ് ആണ്, നല്ല ഹെൽത്തിയാണ്. നമ്മൾ കൈയൊക്കെ കാണിക്കുമ്പോൾ അങ്ങോട്ട് വരുന്നവർ എന്താ പറയുക, നമ്മുടെ മുമ്പത്തെ സുൽത്താൻ അറോണെ പോലെയല്ല ഇവൻ. ആൾ കുറച്ച് പേടിയില്ലാത്ത ടൈപ്പാണ്. മറ്റേത് തൊട്ടതിനും പിടിച്ചതിനൊക്കെ ചാടുമായിരുന്നു. ഇതിനൊരു ചാട്ടമൊന്നുമില്ല. വളരെ ഫ്രണ്ട്ലിയാണ്. കണ്ടോ, ഇതിപ്പോൾ ഈ ടാങ്ക് 60 സെൻറ്റിമീറ്റർ ടാങ്കാണ്. ഇങ്ങനെ നിൽക്കുമ്പോൾ 2 സൈഡ് ടച്ച് ചെയ്യാൻ തുടങ്ങി. അതാണ് ഞാൻ പറഞ്ഞത് 2 അടിയെന്ന്. കണ്ടില്ല, അത് ഇങ്ങനെ ക്രോസായിട്ട് ഇങ്ങനെ വിലങ്ങനെ നിൽക്കാൻ പറ്റുന്നില്ല. അതിന് കണ്ടോ, വാല് വളച്ചു പിടിക്കുന്നു. അപ്പോൾ ഇവൻ ഈ ടാങ്കും പറ്റാതായിട്ടുണ്ട് ഏകദേശം. അതോ നേരെ നിൽക്കുന്നു. ഇപ്പോൾ നോക്കിക്കോളൂ, കണ്ടോ, 2 സൈഡ് ടച്ച് ചെയ്തു. അപ്പോൾ 60 സെൻറ്റിമീറ്റർ അതാണ് ഇത്രയും ഉറപ്പായിട്ട് പറയുന്നത്. 60-ൽ കുറച്ച് കൂടും. അപ്പോൾ ഇവനെ അഡോപ്റ്റ് ചെയ്യാൻ ആളെ കിട്ടിയില്ലെങ്കിൽ നമ്മൾ ഇതിനെ റീറ്റെയിൻ ചെയ്യും. അപ്പോൾ കോൺടാക്റ്റ് ചെയ്തോളൂ. അതിനല്ല, എന്നെ കോൺടാക്റ്റ് ചെയ്തോളൂ. എന്നിട്ട് നമുക്ക് കാര്യങ്ങൾ തീരുമാനിക്കും. പിന്നെ